എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്, മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഏത് നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ നിയമം അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 സെപ്റ്റംബർ 28 അതനുസരിച്ച് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആ പ്രസ്താവന ശരിയാണ്. ചെയർമാനെ കൂടാതെ 3 സ്ഥിരം അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. ആ പ്രസ്താവന എന്താണ്? ഈ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ്. ഇതിലെ തെറ്റെന്താണ്? 3 അല്ല 4 സ്ഥിര അംഗങ്ങളാണ്. അപ്പോൾ ചെയർമാനെ കൂടാതെ 4 സ്ഥിരം അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. അപ്പോൾ ചെയർമാനും 4 സ്ഥിരാംഗങ്ങളും അടക്കം 5 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിൽ ചെയർമാനും 2 അംഗങ്ങളും. അങ്ങനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലാണെങ്കിൽ 3 അംഗങ്ങളാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, അതുപോലെ എന്താണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉണ്ട്, അത് പിന്നീട് രൂപീകൃതമായതാണ്. ഇവയുടെയൊക്കെ അധ്യക്ഷന്മാരും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ വിവിധ കമ്മീഷൻ്റെ ചെയർമാൻമാർ അല്ലെങ്കിൽ അധ്യക്ഷന്മാരൊക്കെ എന്താണ് മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ ചെയർമാൻമാരാണ്, എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അതും എന്താണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അതുപോലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ ചെയർമാൻമാരെന്താണ് മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അപ്പോൾ ഇതിലെ തെറ്റെന്താണ്? ഈ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ചെയർമാനെ കൂടാതെ 3 അല്ല 4 സ്ഥിരാംഗങ്ങളാണ്. അപ്പോൾ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ അല്ലെങ്കിൽ ചെയർമാനെ കൂടാതെ 4 സ്ഥിരാംഗങ്ങൾ ആണെന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിൽ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ അല്ലെങ്കിൽ ചെയർമാനെ കൂടാതെ 2 അംഗങ്ങൾ. അങ്ങനെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം നോക്കാം. താഴെയുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. അത് തിരഞ്ഞെടുക്കാനാണ്. പ്രസ്താവനകൾ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. എന്താണ്? ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നതും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രസ്താവന ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വർഷം ആണ്. അതെന്താ? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്താണ്? ഒന്നല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം ആകുന്നത് അതാണ്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, അതും എന്താണ്? ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയായിരിക്കണം. അതും എന്താണ്? ശരിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ അരുൺ കുമാർ മിശ്രയാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അരുൺ കുമാർ മിശ്രയല്ല,
രംഗനാഥ് മിശ്രയാണെന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. അരുൺ കുമാർ മിശ്ര ആരാണ്? നിലവിലുണ്ടായിരുന്ന ചെയർമാനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി ജൂണിൽ അവസാനിച്ചു. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ചെയർമാൻ ഇല്ല, ആക്ടിംഗ് ചെയർമാനാണ്. അത് വിജയഭാരതി സായാനിയാണ്. വിജയഭാരതി സായാനിയാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ. ചെയർമാനെ തിരഞ്ഞെടുത്തിട്ടില്ല. ജൂണിൽ നിലവിലെ ചെയർമാനായ അരുൺകുമാർ മിശ്രയുടെ കാലാവധി ജൂണിൽ അവസാനിച്ചു. നിലവിൽ ആക്ടിംഗ് ചെയർമാനാണ് വിജയഭാരതി സായാനിയാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ. ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. പ്രഥമ ചെയർമാൻ അല്ലെങ്കിൽ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? രംഗനാഥ് മിശ്രയാണ്. അപ്പോൾ അതിൽ തെറ്റ് എന്താണ്? അരുൺകുമാർ മിശ്ര എന്നുള്ളതാണ് തെറ്റ്. അവസാനത്തെ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ്. നിലവിൽ ആരാണ്? വിജയഭാരതി സായാനി ആക്ടിംഗ് അധ്യക്ഷനാണ്, ആക്ടിംഗ് ചെയർമാനാണ്. അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഒന്നുകൂടി നോക്കാം. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വർഷം. അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളായിരിക്കണം എന്ത്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. നിലവിലുള്ളത് വിജയഭാരതി സായാനിയാണ്, ആക്ടിംഗ് ചെയർമാനാണ്. ആദ്യത്തെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ രംഗനാഥ് മിശ്രയായിരുന്നു. അരുൺകുമാർ മിശ്ര ആയിരുന്നു നിലവിൽ. പക്ഷേ അരുൺകുമാർ മിശ്രയുടെ കാലാവധി ജൂണിൽ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് PSCക്ക് ഓപ്ഷനിൽ അരുൺകുമാർ മിശ്രയാണ് എന്നുള്ള നിലവിലെ ചെയർമാൻ ചോദിച്ചിട്ട് ഓപ്ഷനിൽ വിജയഭാരതി സായാനി ഇല്ലാതെ അരുൺകുമാർ മിശ്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? PSC ആൻസർ കീ പ്രകാരം അതായിരിക്കും, അരുൺകുമാർ മിശ്ര ആയിരിക്കും. കാരണം എന്താണ്? അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പിട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ആക്ടിംഗ് ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ആക്ടിംഗ് ചെയർമാൻ ആണെങ്കിൽ വിജയഭാരതി സായാനിയാണ്, അവിടെ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ അരുൺകുമാർ മിശ്ര, വിജയഭാരതി സായാനി, HL ദത്തു, രംഗനാഥ് മിശ്ര. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ്. നിലവിൽ ആക്ടിംഗ് ചെയർമാനാണ്, അത് വിജയഭാരതി സായാനിയാണ്. അരുൺകുമാർ മിശ്രയുടെ കാലാവധി ജൂണിൽ അവസാനിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. രംഗനാഥ് മിശ്ര ആരാണ്? ആദ്യത്തെ ചെയർമാനാണ്. HL ദത്തു ഇതിൻ്റെ ഇടയിൽ ചെയർമാനായ വ്യക്തിയാണ് HL ദത്തു. അപ്പോൾ എന്താണ്? അരുൺകുമാർ മിശ്രയാണ് ഓപ്ഷനിൽ വെച്ചാൽ നമുക്ക് എന്താണ് അവിടെ വിജയഭാരതി സായാനി വരില്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും PSCയുടെ ആൻസർ കീയിൽ അരുൺകുമാർ മിശ്ര തന്നെയാണ് വരിക. ഇനി അരുൺകുമാർ മിശ്രയും വിജയഭാരതി സായാനിയും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കംപ്ലൈൻറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ആ ഒരു ചോദ്യം ഡിലീറ്റ് ആക്കാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ എന്താണ് 2 ഓപ്ഷൻ എന്തായാലും വരാൻ സാധ്യതയില്ല. ഇനി ഇൻ കേസ് അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കംപ്ലൈൻറ്റ് കൊടുത്താൽ ആ ചോദ്യം ഡിലീറ്റായി പോകും. അപ്പോൾ ദേശീയ കമ്മീഷന് നിലവിൽ എന്താണ്? ആക്ടിംഗ് ചെയർമാനാണ്. അതാരാണ്? വിജയഭാരതി സായാനിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? P. മോഹൻദാസ്, VK കുമാരി, അലക്സാണ്ടർ തോമസ്, S. മണികുമാർ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അലക്സാണ്ടർ തോമസ് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ഓപ്ഷൻ സി അലക്സാണ്ടർ തോമസ് ആണ്. അപ്പോൾ S. മണികുമാർ ആരാണ്? S. മണികുമാർ തമിഴ്നാട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് S. മണികുമാർ. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ആദ്യം കേരള മനുഷ്യാവകാശ ചെയർമാനായിട്ട് പരിഗണിച്ചിരുന്നത്. പിന്നീട് എന്തൊക്കെ ഒരു വിവാദങ്ങൾ കാരണമാണെന്ത് അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തില്ല. അതെന്തോ ഒരു വിവാദമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ സ്ഥാനം ഏറ്റെടുത്തില്ല. അപ്പോൾ തമിഴ്നാടിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. S. മണികുമാർ തമിഴ്നാടിൻ്റെ ആണ്. ചിലപ്പോൾ നമുക്ക് അതും എന്ത് ചെയ്യാം? നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ മനുഷ്യാവകാശ കമ്മീഷണറായി ചുമതല ഏറ്റെടുത്തത് ആരാന്ന് ചോദിച്ചാൽ അത് S. മണികുമാറാണ്. P. മോഹൻദാസും VK കുമാരിയും മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളാണ്. P. മോഹൻദാസും VK കുമാരിയും ആരാണ്? മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളാണ്.
താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ആ പ്രസ്താവന ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ച അധ്യക്ഷന്മാരാണ് കെ ജി ബാലകൃഷ്ണനാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണ്? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. അദ്ദേഹം തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷ പദവിയിൽ കൂടുതൽ കാലം തുടർന്ന, അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി ഏറ്റവും കൂടുതൽ കാലം അലങ്കരിച്ച വ്യക്തിമാരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ശരിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 3 ഒക്ടോബർ 12. 1993 സെപ്റ്റംബർ 28 ആക്ട് പാസ്സാക്കി 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 5 വർഷത്തിന് ശേഷം 1998 ഡിസംബർ 11. ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 4 അംഗങ്ങളാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 4 അംഗങ്ങളാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. 4 അല്ല, ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ, അല്ലെങ്കിൽ ചെയർമാനും 2 അംഗങ്ങളും. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്, ചെയർമാനും 2 അംഗങ്ങളും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ, അതായത് ചെയർമാനും 4 അംഗങ്ങളും. അത് അങ്ങനെ മാർക്ക് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുക. ചെയർമാനും 4 അംഗങ്ങളും, അതായത് 5 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലാണെങ്കിൽ എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണ്, ചെയർമാനും 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം പരീദ് പിള്ള. അതും എന്താണ്? ശരിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് എം പരീദ് പിള്ളയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് എം പരീദ് പിള്ളയാണ്. ആരാണ്? ജസ്റ്റിസ് എം പരീദ് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ദേശീയ വനിതാ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ശരിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 5 അല്ല, 6 അംഗങ്ങളാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ മൊത്തം ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 ആണ്. അത് ചെയർപേഴ്സൺ അടക്കം 6 അംഗങ്ങൾ. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങൾ ആണ് ഉള്ളത് എന്ന പ്രസ്താവന തെറ്റാണ്. 5 അല്ല, 6 അംഗങ്ങളാണ്. ചെയർപേഴ്സൺ അടക്കം 6 അംഗങ്ങളാണ് ദേശീയ വനിതാ കമ്മീഷനിൽ ഉള്ളത്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. അതെന്താണ്? ശരിയാണ്. 1990 എന്ത്? വനിതാ കമ്മീഷൻ്റെ നിലവിൽ വരുന്നതിനുള്ള ആക്ട് പാസ്സാക്കിയത്. ദേശീയ വനിതാ സംരക്ഷണ നിയമം അല്ലെങ്കിൽ വനിതാ ആക്ട് പാസ്സാക്കിയത് 1990. 1992 ഒക്ടോബർ 31 എന്ത്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അതും ശരിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്ക്. അതും ശരിയാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരാണ്? അലോക് റാവത്താണ്. ആ പ്രസ്താവനയും ശരിയാണ്. അതിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അല്ല, 6 അംഗങ്ങളാണെന്ത്? ദേശീയ വനിതാ കമ്മീഷനിൽ ഉള്ളത്. ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്.
1992 ജനുവരി 31 നിലവിൽ വന്നു. 90 ആക്ട് പാസ്സാക്കി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്ക്. അംഗമായ ആദ്യ പുരുഷാംഗം അലോക് റാവത്ത്. ഇത്രയും കാര്യങ്ങൾ എന്താണ് ദേശീയ വനിതാ കമ്മീഷനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അതിലെന്താണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്, 5 അംഗങ്ങളല്ല. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, രേഖ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ എന്ന് പറയുന്നത് രേഖ ശർമ്മയാണ്. ജയന്തി പട്നായിക്, ഓപ്ഷൻ എ ജയന്തി പട്നായിക് എന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയാണ്. ഓപ്ഷൻ എ ജയന്തി പട്നായിക്. ലളിത കുമാരമംഗലം ഇതിൻ്റെ ഇടയിൽ ചെയർപേഴ്സണായ ആളാണ് ലളിത കുമാരമംഗലം. ഓപ്ഷൻ സി രേഖ ശർമ്മയാണെന്ത് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ. ഓപ്ഷൻ ഡി പി സതീദേവി ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് ആര്? പി സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് ഓപ്ഷൻ ഡി പി സതീദേവി. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, രേഖ ശർമ്മയാണ്. പ്രഥമ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്കാണ്. അടുത്തത് നോക്കാം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിള. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. എല്ലാം ശരി, എല്ലാം തെറ്റ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള, അതെന്താണ് ശരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി, അതും ശരിയാണ്. അപ്പോൾ എന്താണ് എല്ലാം ശരിയാണ്. ശരിയായ ജോഡി എന്താണ്? രണ്ടും ശരിയായ ജോഡിയാണ്. അപ്പോൾ എല്ലാം ശരി, ഓപ്ഷൻ ഡി ആണെന്ത് ആൻസർ. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് രാഷ്ട്രമഹിളയും സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് സ്ത്രീ ശക്തിയുമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1998 മാർച്ച് 14 ആക്ട് പാസ്സാക്കിയത് സെപ്റ്റംബർ 1995. 15 സെപ്റ്റംബർ 1995 ആക്ട് പാസ്സാക്കി. പ്രസ്താവന എന്താണ്? ശരിയാണ്. നമ്മളോട് ശരിയല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1998 മാർച്ചിലാണ്. ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 1995 സെപ്റ്റംബർ 15. അപ്പോൾ 1995 സെപ്റ്റംബർ 15 ആക്ട് പാസ്സാക്കി. 1998 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1998 മാർച്ച് 15. 1995 മാർച്ച് 14 നിലവിൽ വന്നത്. സെപ്റ്റംബർ 15 1995 എന്താണ് ആക്ട് പാസ്സാക്കിയത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1998 മാർച്ച് 14. അപ്പോൾ ഇതേ വർഷം തന്നെയാണ് എന്ത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വരുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം. അതും എന്താണ് ശരിയാണ്. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 5 വർഷം. എന്നാൽ കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എന്നാൽ സംസ്ഥാനത്ത് എന്താണ് 5 വർഷമാണ്. ഒരു സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഒരു അധ്യക്ഷ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. പ്രസ്താവന ശരിയാണ്. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷനിൽ അല്ലെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷനിൽ അധ്യക്ഷ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. അധ്യക്ഷ ഉൾപ്പെടെ എത്രയാണ്? 5 അംഗങ്ങളാണ്. എന്നാൽ ദേശീയ വനിതാ കമ്മീഷനിൽ അധ്യക്ഷ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. സംസ്ഥാന വനിതാ കമ്മീഷനിലാണെങ്കിൽ അധ്യക്ഷ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ KC റോസക്കുട്ടി. ആ പ്രസ്താവന തെറ്റാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? കവയിത്രിയായ സുഗതകുമാരിയാണ്. ശ്രീമതി സുഗതകുമാരിയായിരുന്നു കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ. KC റോസക്കുട്ടി അല്ല. അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ്.
കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1998 മാർച്ച് 14. അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം. അധ്യക്ഷ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് വനിതാ കമ്മീഷനിലുള്ളത്. പ്രഥമ അധ്യക്ഷ ശ്രീമതി സുഗതകുമാരിയാണ്. നിലവിലെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പി സതീദേവിയാണ്. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പഠിച്ചതാണ്. അപ്പോൾ നിലവിലെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്നത് പി സതീദേവിയാണ്. MC ജോസഫൈനായിരുന്നു, അവർ രാജിവെച്ച് നിലവിലാരാണ്? പി സതീദേവിയാണ്. KC റോസക്കുട്ടി ഇതിൻ്റെ ഇടയിൽ ഒരു തവണ അധ്യക്ഷയായ ആളാണ്. സുഗതകുമാരി ആരാണ്? പ്രഥമ അധ്യക്ഷയാണ്. അപ്പോൾ നിലവിലെ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. MC ജോസഫൈൻ രാജിവെച്ചതിന് ശേഷം വന്ന അധ്യക്ഷയാണ് ആര്? പി സതീദേവി. അടുത്തത് നോക്കാം. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത് 1961 ശരിയാണ്. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയ വർഷം 1961. പ്രസ്താവന എന്താണ്? ശരിയാണ്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജനുവരി 5. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ്. 2005 വർഷം ശരിയാണ്. ജനുവരി 5 അല്ല, ജൂൺ 15 2005 ജൂൺ 15 വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പോൾ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നു. അപ്പോൾ ഇതിലെ പ്രസ്താവന എന്താണ്? രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇതിലെന്ത്? തെറ്റ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15, ജനുവരി അല്ല, 2005 ജൂൺ 15 വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമം വന്നത് 2005 ഒക്ടോബർ മാസമാണ് 12 ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയത് 2005. അതെന്താണ്? പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം അഥവാ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ്സാക്കിയത് 2005. അപ്പോൾ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമവും ഗാർഹിക പീഡന നിരോധനവും പാസ്സാക്കിയത്. വർഷം ഏതാണ്? 2005. സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത് 1961. ഗാർഹിക പീഡന നിയമം അഥവാ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലെങ്കിൽ ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നതെന്നാണ് 2006 വർഷം ഒക്ടോബർ 26 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നത്. 2005 പാസ്സാക്കിയത്. നിയമം പാസ്സാക്കിയത് 2005. നിലവിൽ വരുന്നത് 2006 ഒക്ടോബർ 26. അപ്പോൾ ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത് 1961. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അതുപോലെ ഗാർഹിക പീഡന നിയമം നടപ്പിലാക്കിയത് 2005. ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയത് 2005. നിലവിൽ വന്നത് 2006 ഒക്ടോബർ മാസത്തിലാണ്. 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിയമം അഥവാ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത്. അടുത്ത ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1978 ആദ്യമായി ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത്. 1978 ആദ്യമായി ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത്. 1978 ആദ്യമായി ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത്. ആ പ്രസ്താവന ശരിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത് 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് അനുസരിച്ചാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് അനുസരിച്ച് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത് 1992. 78 ആദ്യമായി ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത്. എന്നാൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത് 1992. നാഷണൽ
കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് അനുസരിച്ചാണ് എന്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മെയ് 17 ആക്ട് പാസ്സാക്കിയതെന്നാണ് 92 നിലവിൽ വരുന്നത് 93 മെയ് 17 അപ്പോൾ 1993 മെയ് 17 എന്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനൊക്കെ നിലവിൽ വരുന്ന വർഷം എന്ന് പറയുന്നത് 1993. ദേശീയ വനിതാ കമ്മീഷനാണെങ്കിൽ 1992. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 4 വർഷം. കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 4 അല്ല 3 വർഷമാണ്. കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 അല്ല 7. അപ്പോൾ എന്താണ് ഈ പ്രസ്താവന തെറ്റാണ്. ഇപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 4 വർഷമാണ്, അല്ല 3 വർഷമാണ്. ചെയർമാൻ ഉൾപ്പെടെ 6 അല്ല 7 അംഗങ്ങളാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ്. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഓടിച്ച് നോക്കാം. 1978 ആദ്യമായി ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത് 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് അനുസരിച്ചാണ്. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ് ഉള്ളത്. അതുപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? മുഹമ്മദ് സാദിർ അലി, നസീം അഹമ്മദ്, ഇക്ബാൽ സിംഗ് ലാൽപുര ഇവരാരുമല്ല. നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് എന്ത് നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ. നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നിലവിലെ ദേശീയ കമ്മീഷൻ്റെ നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ. മുഹമ്മദ് സാദിർ അലി നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞാണ് പ്രഥമ അധ്യക്ഷനാണ് മുഹമ്മദ് സാദിർ അലി എന്ന് പറയുന്നത്. നിലവിലെ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര ആണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. 1992 ഓഗസ്റ്റ് 14 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത്. 1992 ഓഗസ്റ്റ് 14 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത്. ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 1992 അല്ല വർഷം, 93 ഓഗസ്റ്റ് 14 ശരിയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ തലേ ദിവസം, സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ 1993 ഓഗസ്റ്റ് 14 എന്ത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത്. 1993 ഓഗസ്റ്റ് 14 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത്. അപ്പോൾ 1992 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ്? 5 അംഗങ്ങളാണ്. ടോട്ടൽ 5 അംഗങ്ങളാണ്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 അംഗങ്ങളാണ്. ചെയർമാനും 4 അംഗങ്ങളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷമാണ്. അതും ശരിയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ RN പ്രസാദ്, അതും ശരിയാണ്. ഇപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? RN പ്രസാദാണ്. രൂപീകൃതമായത് 1993 ഓഗസ്റ്റ് 14 92 അല്ല. അപ്പോൾ പ്രസ്താവന 1 തെറ്റ്, ബാക്കിയുള്ളതൊക്കെ ശരിയാണ്. അപ്പോൾ 1993 ഓഗസ്റ്റ് 14 രൂപീകരിച്ചു. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ, കാലാവധി 3 വർഷം.
പ്രഥമ ചെയർമാൻ RN പ്രസാദ്. ഇത്രയാണ് എന്ത് ദേശീയ പിന്നാക്ക വിഭാഗത്തെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് V ഈശ്വരയ്യ, ജസ്റ്റിസ് നസീം അഹമ്മദ്, ഹൻസ് രാജ് ഗംഗാറാം ആഹിർ, ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഉത്തര ഓപ്ഷൻ C ആണ്, ഹൻസ് രാജ് ഗംഗാറാം ആഹിറാണ്. ഹൻസ് രാജ് ഗംഗാറാം ആഹിറാണ് നിലവിലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ. ഇക്ബാൽ സിംഗ് ലാൽപുര നമ്മൾ പഠിച്ചു, ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് ഓപ്ഷൻ C, ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. ഹൻസ് രാജ് ഗംഗാറാം ആഹിറാണെന്ത് നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ. നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഹൻസ് രാജ് ഗംഗാറാം ആഹിറാണ്. ഹൻസ് രാജ് ഗംഗാറാം ആഹിറാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1964 ഫെബ്രുവരിയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. 1964 ഫെബ്രുവരിയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. പ്രസ്താവന ശരിയാണ്. ഇന്ത്യയുടെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ KV ചൗധരി. ആ പ്രസ്താവന തെറ്റാണ്. N ശ്രീനിവാസ റാവു ആണെന്ത് ഇന്ത്യയിലെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ. ഇന്ത്യയുടെ പ്രഥമ വിജിലൻസ് കമ്മീഷണറായ KV ചൗധരി എന്നുള്ള രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ആരായിരുന്നു ഇന്ത്യയിലെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ? N ശ്രീനിവാസ റാവു ആണ്. അപ്പോൾ 1964 ഫെബ്രുവരിയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. പ്രസ്താവന ശരിയാണ്. ഇന്ത്യയുടെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ N ശ്രീനിവാസ റാവു ആണ്, KV ചൗധരി അല്ല. സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചത്. ശരിയാണ്. അപ്പോൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചത്? സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചത്. ആ പ്രസ്താവനയും ശരിയാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലുള്ളത്. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ എന്താണ്? ഒരധ്യക്ഷനും 2 അംഗങ്ങളുമാണ്. അപ്പോൾ ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണെന്ത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലുള്ളത്. ആ പ്രസ്താവനയും ശരിയാണ്. 4 വർഷം അഥവാ 65 വയസ്സാണ് വിജിലൻസ് കമ്മീഷണർമാരുടെ കാലാവധി. ആ പ്രസ്താവനയും ശരിയാണ്. 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, അതാണെന്ത് വിജിലൻസ് കമ്മീഷണർമാരുടെ കാലാവധി എന്ന് പറയുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇതിലെ തെറ്റ് രണ്ടാമത്തെ പ്രസ്താവനയാണ്. KV ചൗധരി അല്ല, N ശ്രീനിവാസ റാവു ആണ് ഇന്ത്യയിലെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഫാക്റ്റുകൾ ഓടിച്ചു പോവാം. 1964 ഫെബ്രുവരിയിലാണെന്ത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. ഇന്ത്യയുടെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ N ശ്രീനിവാസ റാവു, KV ചൗധരി അല്ല, N ശ്രീനിവാസ റാവു. സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ത് വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചത്. ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനുള്ളത്. കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? KV ചൗധരി, N ശ്രീനിവാസ റാവു, പ്രവീൺ കുമാർ ശ്രീവാസ്തവ, അലോക് റാവത്ത്. നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ C ആണ്, പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. KV ചൗധരി ആരാണ്? KV ചൗധരി ഇടയിൽ ഒരു വിജിലൻസ് കമ്മീഷണർ ആയിരുന്നു, പക്ഷേ അയാൾ ഇടയിലുള്ള സമയങ്ങളിൽ വിജിലൻസ് കമ്മീഷണറായ വ്യക്തിയാണ് KV ചൗധരി. N ശ്രീനിവാസ റാവു ആണ് എന്ത് പ്രഥമ വിജിലൻസ് കമ്മീഷണർ. ഓപ്ഷൻ A, KV ചൗധരി എന്താണ് വിജിലൻസ് കമ്മീഷണറാണ്, പക്ഷേ ഇടയിലുള്ള കാലഘട്ടത്തിൽ അയാളാണ്. ഓപ്ഷൻ B, N ശ്രീനിവാസ റാവു ആരാണ്? ശ്രീനിവാസ റാവു പ്രഥമ വിജിലൻസ് കമ്മീഷണറാണ് ശ്രീനിവാസ റാവു. ഓപ്ഷൻ C, പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണെന്ത് നിലവിലെ വിജിലൻസ് കമ്മീഷണർ. ഓപ്ഷൻ D, അലോക് റാവത്ത് ആരാണ്? വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷാംഗമാണ് അലോക് റാവത്ത്. വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ പുരുഷാംഗം എന്ന് പറയുന്നത് ആരാണ്? അലോക് റാവത്താണ്. അപ്പോൾ ഈ ഓപ്ഷനിലെ 4 ആളുകളെയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3 ആളുകളും എന്താണ് വിജിലൻസ് കമ്മീഷണർമാരാണ്, പക്ഷെ അതിൽ N ശ്രീനിവാസ റാവു എന്താണ് ആദ്യത്തെ വിജിലൻസ് കമ്മീഷണറാണ്. പ്രവീൺ കുമാർ ശ്രീവാസ്തവ നിലവിലെ വിജിലൻസ് കമ്മീഷണറാണ്.
KV ചൗധരി എന്ന് പറഞ്ഞ ഏകദേശം ഒരു 2014-15 കാലഘട്ടത്തിൽ വിജിലൻസ് കമ്മീഷണറായ ആളാണ്. അലോക് റാവത്താണ് എന്ത് വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷ അംഗം. അതായത് വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷാംഗമാണ് ആര് അലോക് റാവത്ത് എന്ന് പറയുന്നത്. 2005 വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 2005 വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പ്രസ്താവനകൾ നോക്കാം. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട്, 1997. ആ പ്രസ്താവനയും ശരിയാണ്. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയ ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. 1997 തമിഴ്നാട് വിവരാവകാശ നിയമം പാസാക്കിയത്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം എന്ന് പറഞ്ഞാൽ സ്വീഡനാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. പക്ഷേ 2005 എന്ത് ഇന്ത്യയിൽ വിവരാവകാശം വരുന്നത്, വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. അതിൻ്റെ 8 വർഷം മുമ്പ് തന്നെ എന്താണ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നുള്ള പ്രസ്താവന എന്താണ്? തെറ്റാണ്. 4 ദിവസമല്ല, 48 മണിക്കൂറിനുള്ളിലാണ് എന്ത് മറുപടി നൽകേണ്ടത്. അപ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? വിവരം നൽകണം. അപ്പോൾ ആ പ്രസ്താവനയാണ് എന്ത് ഇതിൽ തെറ്റ്. അടുത്തത് നോക്കാം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്ത വിഭാഗം BPL ആണ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടാത്ത അല്ലെങ്കിൽ അപേക്ഷാ ഫീസ് നൽകേണ്ടാത്ത വിഭാഗം എന്ന് പറയുന്നത് BPL ആണ്. BPLകാർക്ക് അപേക്ഷ കൊടുക്കേണ്ട, അപേക്ഷാ ഫീസ് നൽകേണ്ട. അതുപോലെ തന്നെ ആർക്കും നൽകേണ്ട 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചിട്ടില്ല എങ്കിലും അങ്ങനത്തെ ആളുകൾക്കും എന്ത് ചെയ്യേണ്ട? അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അപ്പോൾ അപേക്ഷ ഫീസ് നൽകേണ്ടാത്ത 2 സാഹചര്യമാണ്. ഒന്ന് BPLകാർ, രണ്ടാമത്തേത് അവർ വിവരം അപേക്ഷിച്ച് 30 ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടിയിട്ടില്ല എങ്കിൽ അവർക്കും എന്ത് ചെയ്യേണ്ട? ഫീസ് നൽകേണ്ട ആവശ്യം ഇല്ല. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. 2002 പാസ്സാക്കിയ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണെന്ത് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന 3ാമത്തെ പ്രസ്താവനയാണെന്ത് വ്യക്തിയുടെയും ജീവനെയും സംബന്ധിച്ച് വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ള വിവരമാണെങ്കിൽ എന്താണ്? 4 ദിവസത്തിനുള്ളിലല്ല, 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകിയിരിക്കണം. അപ്പോൾ ഇതിലെ തെറ്റ് 3ാമത്തെ പ്രസ്താവനയാണ്. വിവരാവകാശ നിയമം ആദ്യം പാസ്സാക്കിയ രാജ്യം സ്വീഡൻ, ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്. അതുപോലെ ജീവനെയും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന വിവരമാണെങ്കിൽ എന്ത് ചെയ്യണം? 48 മണിക്കൂറിനുള്ളിൽ നൽകണം. അപേക്ഷാ ഫീസ് നൽകേണ്ടാത്ത വിഭാഗം BPL ആണ്. അതുപോലെ 30 ദിവസത്തിനുള്ളിൽ വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക? അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഇനി വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ രാജസ്ഥാനിലെ കിസാൻ മസ്ദൂർ ശക്തി സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അപ്പോൾ നമുക്കറിയാം വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ എന്ന സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അരുണ അസഫ് അലി, മേധ പട്കർ, അരുണ റോയ്, മേനക ഗാന്ധി. ഉത്തരം ഓപ്ഷൻ C ആണ്, അരുണ റോയ് ആണ്. അപ്പോൾ അരുണ റോയുടെ സംഘടനയാണെന്ത് കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ എന്ന സംഘടന. രാജസ്ഥാനിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തന മേഖല. അപ്പോൾ വിവരാവകാശ നിയമം പാസ്സാക്കാൻ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച സംഘടന എന്ന് പറഞ്ഞാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. അതിന് നേതൃത്വം നൽകിയ ആളാരാണ്? അരുണ റോയ് ആണ്. രാജസ്ഥാനിലായിരുന്നു ഇവരുടെ പ്രവർത്തന മേഖല. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക.
കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ, ന്യൂഡൽഹി. അതെന്താണ്? ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. എന്താണ് ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര്? ആഗസ്റ്റ് ക്രാന്തി ഭവൻ. ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. അപ്പോൾ ആഗസ്റ്റ് ക്രാന്തി ഭവനാണെന്ത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത, അല്ലെങ്കിൽ SCRTയിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്ത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രസ്താവന നോക്കാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ദീപക് സന്ധു ആണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് വജാഹത്ത് ഹബീബുള്ളയാണ്. ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. ദീപക് സന്ധുവിൻ്റെ പ്രത്യേകത എന്താണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു. ആദ്യ വ്യക്തി അല്ലെങ്കിൽ പ്രഥമ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. ആദ്യ വനിത എന്ന് ചോദിച്ചാൽ ദീപക് സന്ധുവാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ഭരണ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും അല്ലെങ്കിൽ കമ്മീഷണർമാരുടെയും കാലാവധി എന്താണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് എന്ത്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും കാലാവധി. ഇവരെ നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതൊക്കെ ആരാണ്? പ്രസിഡൻ്റാണ്. ഇവരെ നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതും ആരാണ്? പ്രസിഡൻ്റാണ്. നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ, നിലവിലെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ എ RK മാത്തൂർ, ദീപക് സന്ധു, ഹീരാലാൽ സമരിയ, വജാഹത്ത് ഹബീബുള്ള. അപ്പോൾ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹീരാലാൽ സമരിയാണ്. ആരാണ്? ഹീരാലാൽ സമരിയാണ്. RK മാത്തൂർ എന്താണ്? 2015-16 ആ കാലഘട്ടത്തിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആളാണ് RK മാത്തൂർ. ദീപക് സന്ധു ആരാണ്? ദീപക് സന്ധു മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ്. ഹീരാലാൽ സമരിയ നിലവിലെ അധ്യക്ഷനാണ്. വജാഹത്ത് ഹബീബുള്ളയാണ് എന്ത്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ പ്രഥമ വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് വജാഹത്ത് ഹബീബുള്ളയാണ്. അപ്പം നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ്. ആരാണ്? ഹീരാലാൽ സമരിയ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. പ്രസ്താവന എന്താണ്? ശരിയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 2005 2005 ഡിസംബർ 19. 2005 ഡിസംബർ 19 എന്ത്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വിൻസെൻ്റ് M. പോൾ. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വിൻസെൻ്റ് M. പോൾ. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് പാലാട്ട് മോഹൻദാസ് ആണ്. പാലാട്ട് മോഹൻദാസ് ആണ്. വിൻസെൻ്റ് M. പോൾ എന്താണ്? 2014-15 കാലഘട്ടത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്നു വിൻസെൻ്റ് M. പോൾ. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. വിൻസെൻ്റ് M. പോൾ അല്ല. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്.
സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത അല്ലെങ്കിൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കമ്മീഷൻ. അതെന്താണ്? ശരിയാണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനായാലും സംസ്ഥാന വിവരാവകാശ കമ്മീഷനായാലും എന്താണ്? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്ത്? കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനും സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനും. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പോൾ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി എങ്ങനെയാണ്? അതും എന്താണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അത് തന്നെയാണ് എന്ത്? സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും അതുപോലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ തെറ്റെന്താണ്? രണ്ടാമത്തെ പ്രസ്താവനയാണ്. പാലാട്ട് മോഹൻദാസാണ് പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസാണ്. രൂപീകൃതമായത് 2005 ഡിസംബർ 19-ന്. അംഗങ്ങൾ എന്താണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത കമ്മീഷണർമാരും. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിൻസൻ എം പോൾ, പാലാട്ട് മോഹൻദാസ്, വി ഹരി നായർ, ഹീരാലാൽ സമരിയ. ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വി ഹരി നായരാണ്. അപ്പം നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ വി ഹരി നായരാണ്. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായരാണ്. വിൻസൻ എം പോൾ എന്താണ്? 2015-14 ആ കാലഘട്ടത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്നു. പാലാട്ട് മോഹൻദാസ് ആരാണ്? പ്രഥമ വിവരാവകാശ കമ്മീഷണറാണ്. വി ഹരി നായരാണ് എന്ത്? നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഹീരാലാൽ സമരിയ ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. അപ്പം നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായരാണ്. ആരാണ്? വി ഹരി നായരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടികയെ അഥവാ ഷെഡ്യൂളിനെ സംബന്ധിച്ച് താഴെ പറയുന്നവരിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ താഴെ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ ഷെഡ്യൂൾ അഥവാ പട്ടികയും അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള ജോഡിയാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. നോക്കാം ജോഡികൾ എന്തൊക്കെയെന്നുള്ളത്. ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്ര പ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്ര പ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. പട്ടിക 1. അതെന്താണ്? ശരിയാണ്. പട്ടിക 1-ലാണെന്ത്? യൂണിയനും അതിൻ്റെ പ്രദേശങ്ങളും എന്ന് പരാമർശിക്കുന്നത്. അപ്പോൾ യൂണിയനും അതിൻ്റെ പ്രദേശങ്ങളെയും കുറിച്ച് പറയുന്നത് പട്ടിക 1 അപ്പോൾ ശരിയാണ്. രാഷ്ട്രപതി, ഗവർണർമാർ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി ചെയർമാൻ, അതേപോലെ ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭ ചെയർമാൻ, CAG, കോടതികൾ. പട്ടിക 2. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ പട്ടിക 2-ലാണെന്ത്? രാഷ്ട്രപതി, അതുപോലെ ഗവർണർമാർ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭാ ചെയർമാൻ, CAG, കോടതികൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഷെഡ്യൂൾ 2 പട്ടിക 2. അപ്പോൾ അതും ശരിയാണ്. സത്യപ്രതിജ്ഞ പട്ടിക 4. അത് തെറ്റാണ്. സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ 3 3. പട്ടിക 3-ലാണെന്ത്? സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റെന്താണ്? മൂന്നാമത്തെ ജോഡി തെറ്റാണ്. സത്യപ്രതിജ്ഞ പട്ടിക 4 പട്ടിക 3. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. പട്ടിക 7. അതെന്താണ്? ശരിയാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക എന്ന് പറയുന്നത് ഷെഡ്യൂൾ 7 പട്ടിക 7. ശരിയാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണം പട്ടിക 4. അത് ശരിയാണ്. അപ്പോൾ പട്ടിക 4-ൽ പരാമർശിക്കുന്നത് എന്താണ്? ഓരോ സംസ്ഥാനങ്ങൾക്കും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് പട്ടിക 4 അല്ലെങ്കിൽ ഷെഡ്യൂൾ 4-ൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിലെ തെറ്റെന്താണ്? സത്യപ്രതിജ്ഞ ഷെഡ്യൂൾ 4 എന്നുള്ളതാണ് തെറ്റ്. സത്യപ്രതിജ്ഞ ഷെഡ്യൂൾ 3-ലാണ്. ഷെഡ്യൂൾ 4 പ്രതിപാദിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് എന്ത്? ഷെഡ്യൂൾ 4 അല്ലെങ്കിൽ പട്ടിക 4-ൽ പ്രതിപാദിക്കുന്നത്. സത്യപ്രതിജ്ഞ പട്ടിക 3-ലാണ്. ഷെഡ്യൂൾ 3-ലാണ് പ്രതിപാദിക്കുന്നത്. അടുത്തതും എന്താണ്?
ഭരണഘടനാ ഷെഡ്യൂളും അവ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ അത് നോക്കാം. പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥ പട്ടിക 4. പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്ര വിഭാഗങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥ ഷെഡ്യൂൾ 4 അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഷെഡ്യൂൾ 5 ശരിയാണ്. ഷെഡ്യൂൾ 5 പ്രതിപാദിക്കുന്നത് എന്താണ്? പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ചുള്ള വ്യവസ്ഥയാണ്. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര പ്രദേശങ്ങളുടെ ഭരണം പട്ടിക 6. ആസാം, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര പ്രദേശങ്ങളുടെ ഭരണം പട്ടിക 6. അപ്പോൾ അതെന്താണ്? ആ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. പട്ടിക 6ലാണ് എന്ത്? ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര പ്രദേശങ്ങളുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അപ്പോൾ പട്ടിക 6ലാണ് എന്ത്? ആസാം, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര പ്രദേശങ്ങളുടെയും ഭരണം ത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് ശരിയാണ്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളെ സംബന്ധിച്ച് പട്ടിക 8 ശരിയാണ്. അപ്പോൾ ഷെഡ്യൂൾ 8ലാണെന്ത്? ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭരണഘടനയുടെ ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 8. അപ്പോൾ അതും എന്താണ്? ശരിയാണ്. ഭൂപരിഷ്കരണം, സംസ്ഥാനങ്ങളുടെ പ്രത്യേക നിയമങ്ങൾ പട്ടിക 9 അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഭൂപരിഷ്കരണം അതുപോലെ സംസ്ഥാനങ്ങളുടെ പ്രത്യേക നിയമങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ 9ആണ്. ഷെഡ്യൂൾ 9ലാണ് എന്ത് പറയുന്നത്? ഭൂപരിഷ്കരണവും സംസ്ഥാനങ്ങളുടെ പ്രത്യേകതരം നിയമങ്ങളെയും കുറിച്ച് പറയുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. ആ ജോഡിയും ശരിയാണ്. കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ പട്ടിക 11 അതെന്താണ്? തെറ്റാണ്. കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നത് പട്ടിക 10ആണ്. ഏതാണ്? ആൻറ്റി ഡിഫെക്ഷൻ ലോയെക്കുറിച്ച് പറയുന്നത് ഷെഡ്യൂൾ 10ആണ്, ഷെഡ്യൂൾ 11 അല്ല. അപ്പോൾ ഇതിൽ തെറ്റ് അവസാനത്തേതാണ്. അവസാന ജോഡിയാണ് തെറ്റ്. എന്താണ് തെറ്റ്? കൂറുമാറ്റ നിരോധനം ഷെഡ്യൂൾ 10ആണ്, ഷെഡ്യൂൾ 11 അല്ല. അപ്പോൾ അതാണ് ഇതിലെ തെറ്റായ ജോഡി എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന ജോഡികൾ ശരിയോ തെറ്റോ എന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ താഴെ 2 ജോഡികൾ തന്നിട്ടുണ്ട്. വീണ്ടും എന്താണ്? ഭരണഘടനയുടെ ഷെഡ്യൂളും അവ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള ജോഡിയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരഞ്ഞെടുക്കാനാണ്. പഞ്ചായത്തി രാജ് നിയമം, പഞ്ചായത്തുകളുടെ അധികാര പരിധിയിൽ വരുന്ന 29 ഇനങ്ങൾ പട്ടിക 11 ഷെഡ്യൂൾ 11. പഞ്ചായത്തി രാജ് നിയമം ഷെഡ്യൂൾ 11. മുനിസിപ്പാലിറ്റി നിയമം അല്ലെങ്കിൽ നഗരപാലിക നിയമം ഷെഡ്യൂൾ 12. മുനിസിപ്പാലിറ്റികളെ സംബന്ധിക്കുന്ന 18 കാര്യങ്ങൾ. എല്ലാം ശരി, എല്ലാം തെറ്റ്. എന്താണ് ഉത്തരം? എല്ലാം ശരിയാണ്, രണ്ടും ശരിയാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് പട്ടിക 11ഉം മുനിസിപ്പാലിറ്റി നിയമം പട്ടിക 12ഉമാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് പട്ടിക 11, മുനിസിപ്പാലിറ്റി നിയമം പട്ടിക 12. രണ്ടും ഏതാണ്? 1973ഉം 74ഉം ഭേദഗതികളാണ്. പാസ്സാക്കിയ വർഷം ഏതാണ്? 1992ആണ്. നിലവിൽ വന്നത് 93ലുമാണ്. അപ്പോൾ 73, 74 ഭേദഗതികളാണെന്ത്? ഷെഡ്യൂൾ 11ഉം ഷെഡ്യൂൾ 12ഉം. ഷെഡ്യൂൾ 11 പഞ്ചായത്തി രാജ്, ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക നിയമം. അപ്പോൾ ഈ രണ്ടും പാസ്സാക്കിയത് 73, 74 യഥാക്രമം 73, 74 ഭരണഘടനാ ഭേദഗതികളാണ് ഈ രണ്ടും പാസ്സാക്കിയത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് വെക്കുക. പഞ്ചായത്തി രാജും മുനിസിപ്പാലിറ്റി ആക്റ്റും. ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1951 1-ാം ഭേദഗതി വഴിയാണ് 9-ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 1951 1-ാം ഭേദഗതി വഴിയാണ് 9-ാം പട്ടിക കൂട്ടിച്ചേർത്തത്. പ്രസ്താവന എന്താണ്? ശരിയാണ്. 1951 എന്ത്? 1-ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത്. 9-ാം പട്ടിക കൂട്ടിച്ചേർത്തത് 1-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം എന്ന് ചോദിച്ചാൽ 1951 1-ാം ഭേദഗതിയാണ്. ഈ 1-ാം ഭേദഗതി വഴി പട്ടിക 9 എന്ത്? കൂട്ടിച്ചേർത്തത്. 1985 52-ാം ഭേദഗതി വഴിയാണ് 10-ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 1985 52-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് 10-ാം പട്ടിക കൂട്ടിച്ചേർത്തത്.
അപ്പോൾ 85-ലെ 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10ാം പട്ടിക അല്ലെങ്കിൽ 10th ഷെഡ്യൂൾ എന്ത് ചെയ്തു, ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആ പ്രസ്താവന ശരിയാണ്. എന്താണെന്ന് 10ാം ഷെഡ്യൂളിൽ പറയുന്ന കാര്യം, കൂറുമാറ്റ നിരോധനത്തെക്കുറിച്ചാണ് 10ാം ഷെഡ്യൂളിൽ പറയുന്ന കാര്യം. 1992-ലെ 73ാം ഭേദഗതി വഴിയാണ് 12ാം പട്ടിക കൂട്ടിച്ചേർത്തത്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 1992-ലെ 73ാം ഭേദഗതി വഴി 12ാം പട്ടിക അല്ല, 11ാം പട്ടിക അഥവാ പഞ്ചായത്തി രാജ് നിയമമാണെന്ത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 1992-ലെ 74ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 12ാം പട്ടിക കൂട്ടിച്ചേർത്തത്. അവസാന പ്രസ്താവന ശരിയാണ്. 74ാം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് 12ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 12ാം പട്ടികയെക്കുറിച്ച് പറയുന്നത്, പട്ടികയിൽ എന്താണ് പ്രതിപാദിക്കുന്ന വിഷയം? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക നിയമമാണ്. അപ്പോൾ 1992-ലെ 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് ആക്ട്, 73ാം ഭേദഗതി, അതേപോലെ 11ാം പട്ടിക. 1992 നഗരപാലിക അല്ലെങ്കിൽ നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട്, 12ാം പട്ടിക, 74ാം ഭരണഘടന ഭേദഗതി. 1985-ൽ 52ാം ഭേദഗതി, 10ാം പട്ടിക. 10ാം പട്ടികയിൽ എന്താണ്? കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഇനി 1951-ലെ 1ാം ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത 9ാം പട്ടികയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഭൂപരിഷ്കരണവും അതുപോലെ സംസ്ഥാനങ്ങളുടെ പ്രത്യേക നിയമങ്ങളാണ്. സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിയമങ്ങളും ഭൂപരിഷ്കരണവുമാണെന്ത് ആദ്യമായി ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർത്തത്. ആദ്യമായി ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം 1951 ആണ്. അന്ന് കൂട്ടിച്ചേർത്തത് എന്താണ്? ഭൂപരിഷ്കരണവും അതുപോലെ സംസ്ഥാനങ്ങളുടെ പ്രത്യേക നിയമങ്ങളും സംബന്ധിച്ച വ്യവസ്ഥയാണ്. 9ാം പട്ടികയിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. 9ാം പട്ടികയാണ് എന്ത് 51-ലെ പ്രഥമ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. 85-ലെ 52ാം ഭേദഗതി 10ാം പട്ടിക. 10ാം പട്ടികയിൽ പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമം. 92-ലെ 73ാം ഭേദഗതി 11ാം പട്ടിക പ്രതിപാദിക്കുന്ന വിഷയം പഞ്ചായത്തി രാജ്. 92-ലെ 74ാം ഭേദഗതി 12ാം പട്ടിക പ്രതിപാദിക്കുന്ന വിഷയം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക നിയമം. ഇത്രയും കാര്യങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഷെഡ്യൂൾ 7 എന്താണ്? ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതൊക്കെ ലിസ്റ്റുകളാണുള്ളത്? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഷെഡ്യൂൾ 7 ആണ്. ഭരണഘടനയുടെ ഷെഡ്യൂൾ 7-ലാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ആർട്ടിക്കിൾ 246-ലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഷെഡ്യൂൾ 7-ആണ്. ആർട്ടിക്കിൾ ഏതാണ്? 246-ആണ്. അതും ശരിയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 246-ലാണ് എന്ത് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 തരം ലിസ്റ്റുകളാണ് ഉള്ളത്. അതും എന്താണ്? ശരിയാണ്. യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്രത്തിനും സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാനത്തിനും കൺകറൻറ്റ് ലിസ്റ്റിൽ തുല്യവുമാണ് നിയമനിർമ്മാണ അധികാരം. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലെ നിയമനിർമ്മാണാധികാരം കേന്ദ്രത്തിനും സംസ്ഥാന ലിസ്റ്റിലെ നിയമനിർമ്മാണാധികാരം സംസ്ഥാനത്തിനും കൺകറൻറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ തുല്യതാ ലിസ്റ്റിലെ നിയമനിർമ്മാണാധികാരം 2 പേർക്കും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യവുമാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1, 2, 3, 4 എന്നിവ ശരിയാണ്. PSCയുടെ പുതിയ രീതി അനുസരിച്ച് പ്രസ്താവന 1 മുതൽ 4 വരെ ശരിയാണ്. 1 മുതൽ 4 വരെ ശരിയാണ്. അതാണ് ഇപ്പോൾ PSCയുടെ നിലവിലുള്ള ഓപ്ഷൻ വരുന്ന മെത്തേഡ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ, അത് ഷെഡ്യൂൾ 7 അല്ലെങ്കിൽ 7ാം പട്ടികയിലാണ് എന്ത് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 246-ലാണ് പ്രതിപാദിക്കുന്നത്. 3 ലിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലെ നിയമനിർമ്മാണാധികാരം ആർക്കൊക്കെ എന്നുള്ളതും നമ്മൾ നോക്കി. അത് നമുക്ക് ലിസ്റ്റിൽ നോക്കിയാൽ യൂണിയൻ ലിസ്റ്റ് കേന്ദ്രം, സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനം, കൺകറൻറ്റ് എന്ന് പറയുമ്പോൾ 2 പേർക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിസ്റ്റിനെ കുറിച്ച്. ഇതിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഭരണഘടനയുടെ ഷെഡ്യൂൾ 7 ആർട്ടിക്കിൾ 246 രണ്ടും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അവയിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? അപ്പോൾ 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു?
സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 കാര്യങ്ങൾ എന്ത് ചെയ്തു? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇങ്ങനെ മാറ്റിയ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്നാണ്. 1 വിദ്യാഭ്യാസം വനം, 2 ഗതാഗതം പൊതുജനാരോഗ്യം, 3 അളവ് തൂക്കം നീതിന്യായം, 4 വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. അപ്പോൾ ഇതിൽ നിന്ന് ആ മാറ്റിയ വിഷയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗതാഗതവും പൊതുജനാരോഗ്യവും. ഗതാഗതവും പൊതുജനാരോഗ്യവും എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളാണെന്ത്? ഗതാഗതവും പൊതുജന ആരോഗ്യവും. അപ്പോൾ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 വിഷയങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ പ്രധാനപ്പെട്ട 5 വിഷയങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം വനം, അളവ് തൂക്കം നീതിന്യായം, അതുപോലെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ? വിദ്യാഭ്യാസം വനം, അളവ് തൂക്കം നീതിന്യായം, അതുപോലെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഈ 5 വിഷയങ്ങളും 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് തുല്യതാ ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങളാണ്. അപ്പോൾ 5 വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം വനം, അളവ് തൂക്കം നീതിന്യായം, അപ്പോൾ 4 കാര്യങ്ങളായാലും വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. അങ്ങനെ 5 കാര്യങ്ങളാണ് മാറ്റിയത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രസ്താവന ഒന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ നിലവിൽ 100 വിഷയങ്ങളാണുള്ളത്, തുടക്കത്തിൽ 97 ആയിരുന്നു. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. യൂണിയൻ ലിസ്റ്റിലെ നിലവിലെ വിഷയങ്ങളുടെ എണ്ണം 100 ആണ്. ഇത് തുടക്കത്തിൽ എത്ര വിഷയമായിരുന്നു? 97 വിഷയമായിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 വിഷയങ്ങളാണുള്ളത്, തുടക്കത്തിൽ 66. അതും ശരിയാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ നിലവിൽ 61 വിഷയങ്ങളാണ്. ആദ്യം 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി എന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളാണ് ഉള്ളത്, തുടക്കത്തിൽ 47. ആ പ്രസ്താവനയും ശരിയാണ്. ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ 47 വിഷയങ്ങളായിരുന്നു, നിലവിൽ 52 വിഷയങ്ങളാണ്. കാരണം എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് പുതുതായി ചേർത്തു. അങ്ങനെ നിലവിൽ 52 വിഷയമായി. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ 97 ഉണ്ടായിരുന്നത്, നിലവിൽ 100 വിഷയങ്ങളാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പഴയത് 66 വിഷയങ്ങളാണെങ്കിൽ നിലവിൽ 61 5 മാറ്റി. അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ തുല്യതാ ലിസ്റ്റിൽ നിലവിൽ 52 വിഷയങ്ങളാണ്. നേരത്തെ 47 വിഷയങ്ങളായിരുന്നു. 47 വിഷയങ്ങളായിരുന്നത് എന്ത് ചെയ്തു? നിലവിൽ 52 വിഷയങ്ങളായി മാറി. കാരണം സ്റ്റേറ്റ് ലിസ്റ്റ് 66 നിന്ന് 61 കുറഞ്ഞപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് 47 നിന്ന് 52 കൂടി. കാരണം അതിലെ 5 കാര്യങ്ങളാണെന്ത്? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അപ്പോൾ എന്താണ് പ്രസ്താവന? 1, 2, 3 മൂന്നും ശരിയാണ്. അപ്പോൾ ഇവയെല്ലാം ശരിയാണ്. PSCയുടെ പുതിയ ആൻസർക്ക് പ്രകാരം പ്രസ്താവന 1 മുതൽ 3 വരെ ശരിയാണ്. അപ്പോൾ എല്ലാം എന്താണ്? ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ കണ്ടെത്താനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ കണ്ടെത്തുക. പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, ടെലിഫോൺ, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്, ലോട്ടറി, സെൻസസ്. ഈ കാര്യങ്ങളൊക്കെ കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്? വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഒക്കെ എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. ക്രമസമാധാനം, പോലീസ്, കസ്റ്റംസ് തീരുവ, കോർപ്പറേഷൻ നികുതി, വരുമാന നികുതി. അപ്പോൾ ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്രമസമാധാനവും പോലീസും. ക്രമസമാധാനവും പോലീസും എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. ക്രമസമാധാനവും പോലീസും എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, ടെലിഫോണ്, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്, ലോട്ടറി, സെൻസസ്, കസ്റ്റംസ് തീരുവ, കോർപ്പറേഷൻ നികുതി, വരുമാന നികുതി. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാന കാര്യങ്ങളാണ്. സമാധാനം, പോലീസ് എന്നിവ എന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്.
അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ കണ്ടെത്താനാണ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ കണ്ടെത്തും. ക്രമസമാധാനം, പോലീസ്, ജയിൽ, തദ്ദേശ ഭരണം, ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റാണ്. വരുമാന നികുതി, കോർപ്പറേഷൻ നികുതി നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഇതെന്താണ്? യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് ഉത്തരം. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. പൊതുജനാരോഗ്യം, ഗതാഗതം, കൃഷി, പന്തയം, കാർഷിക ആദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്. അപ്പോൾ ഇതിൽ പിന്നെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരാത്തത് വരുമാന നികുതിയും കോർപ്പറേഷൻ നികുതിയാണ്. വരുമാന നികുതി, കോർപ്പറേഷൻ നികുതി, ആദായ നികുതിയൊക്കെ എന്താണ്? കേന്ദ്ര ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതിയൊക്കെ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓടിച്ചു പോവാം. ക്രമസമാധാനം, പോലീസ്, ജയിൽ, തദ്ദേശ ഭരണം, പൊതുജനാരോഗ്യം, ഗതാഗതം, കൃഷി, പന്തയം, കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? സംസ്ഥാന ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. വരുമാന നികുതി, കോർപ്പറേഷൻ നികുതി, ആദായ നികുതിയൊക്കെ എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ കണ്ടെത്താനാണ്. അപ്പോൾ നമ്മൾ യൂണിയൻ ലിസ്റ്റ് പഠിച്ചു, സ്റ്റേറ്റ് ലിസ്റ്റ് പഠിച്ചു. അടുത്തത് എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ കണ്ടെത്താനാണ്. സെൻസസ്, ഗതാഗതം, അത് നമുക്കറിയാം. സെൻസസ് എന്താണ്? യൂണിയൻ ലിസ്റ്റിലെ കാര്യമാണ്. ഗതാഗതം എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത്? കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ നമുക്ക് കൺകറൻറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, വില നിയന്ത്രണം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, വിവാഹവും വിവാഹമോചനവും, അതുപോലെ ക്രിമിനൽ നിയമങ്ങൾ, നീതിന്യായ ഭരണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള നീതിന്യായ ഭരണം. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, അതുപോലെ വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, വില നിയന്ത്രണം, നീതിന്യായമൊക്കെ നമ്മളെന്താണ് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയ 5 കാര്യങ്ങളാണ്. അതല്ലാതെ ഏതൊക്കെയാണ്? വന്യജീവികളുടെ പിന്നെ വില നിയന്ത്രണമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, അതുപോലെ വൈദ്യുതി, ഇലക്ട്രിസിറ്റി, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, പിന്നെ വിവാഹം, വിവാഹമോചനം, ക്രിമിനൽ നിയമം. അപ്പോൾ വിവാഹത്തിനും വിവാഹമോചനത്തിനൊക്കെ എന്താണ്? 2 ആളുകൾ ആവശ്യമാണല്ലോ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് കൺകറൻറ്റ് ലിസ്റ്റാണ്. വിവാഹം വിവാഹമോചനം എന്ന് പറഞ്ഞാൽ 2 വ്യക്തികളാണല്ലോ അവിടെ ആവശ്യം. അപ്പോൾ അതെന്താണ്? കൺകറൻറ്റ് ലിസ്റ്റാണ്. അതുപോലെ ക്രിമിനൽ നിയമങ്ങളും എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. ഇനി നീതിന്യായ ഭരണം നമ്മൾ പറഞ്ഞു നേരത്തെ അവിടെ നിന്ന് മാറ്റിയതാണ്. അതെന്താണ്? സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയാണെന്ത്? നീതിന്യായ ഭരണം കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെ. ഹൈക്കോടതി ആകുമ്പോൾ അതെന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റാണ്. സുപ്രീം കോടതി ആകുമ്പോൾ അതെന്താണ്? യൂണിയൻ ലിസ്റ്റാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അത് രണ്ടും ഒഴികെയുള്ള നീതിന്യായ ഭരണം എന്താണ്? എപ്പോഴും കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നമ്മൾ പരീക്ഷ ഹാളിൽ എന്താണ് ശരിയല്ലാത്തതെന്ന് കാണുമ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവന എന്നൊക്കെ നമ്മൾ പരീക്ഷ ഹാളിലെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ആ ടെൻഷനിൽ നമ്മൾ വായിക്കും. അതുകൊണ്ടാണ് PSC ഇതിൽ ഇങ്ങനെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത്. PSCക്ക് എന്താണ് തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ മതി. അതിന് പകരം അവർ ശരിയല്ലാത്ത എന്ന് പറയുന്നത് നമ്മളത് ശരിയായ പ്രസ്താവന എന്നൊക്കെ വായിക്കുന്നത് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് പറ്റിയൊരു ഓപ്ഷൻ എന്ത് ചെയ്യും? അവർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ട്രാപ്പുകളിൽ വീഴരുത്. അതുകൊണ്ടാണ് ഞാനും എൻ്റെ കോൾ ഇടുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ ശരിയല്ലാത്ത എന്ന് തന്നെ ഇടുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് ശരിയല്ലാത്ത അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 3 ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. എന്താണ്? ശരിയാണ്. ഈ പറഞ്ഞ 3 ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണാധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്, അതായത് കേന്ദ്ര സർക്കാരിനാണ്. പാർലമെൻറ്റിൻ്റെ ഈ അധികാരത്തെയാണ് അവശിഷ്ട അധികാരമെന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അധികാരത്തെ പറയുന്ന പേരാണ് അവശിഷ്ടാധികാരം. എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അധികാരത്തെ പറയുന്ന പേര്? അവശിഷ്ടാധികാരം. 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത കാര്യങ്ങളിൽ നിയമനിർമ്മാണാധികാരം പാർലമെൻറ്റിനാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അധികാരത്തെ പറയുന്ന പേരാണെന്ത്? അവശിഷ്ടാധികാരം എന്നത്.
അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് എന്ത് അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളൊക്കെ സംബന്ധിച്ചൊരു വീഡിയോ വിശദമായിട്ട് നമ്മളെന്താണ് മുൻ വീഡിയോ കണ്ടവർക്കറിയാം, അതിൽ നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. അവശിഷ്ടാധികാരത്തിന് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ, അതും ശരിയാണ്. അപ്പോൾ അവശിഷ്ടാധികാരത്തിന് ഉദാഹരണമാണെന്ത്? സൈബർ ലോ അല്ലെങ്കിൽ സൈബർ നിയമങ്ങൾ. അവശിഷ്ടാധികാരത്തിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ സൈബർ നിയമങ്ങളാണ്. അപ്പോൾ 3 ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളിൽ നിയമനിർമ്മാണാധികാരം കേന്ദ്രത്തിനാണ്. ഈ ഒരു അധികാരത്തെ പറയുന്നതാണെന്ത്? അവശിഷ്ടാധികാരം. അവശിഷ്ടാധികാരം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നല്ല, കാനഡയിൽ നിന്നാണ്. ഈ അവശിഷ്ടാധികാരത്തിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണത് സൈബർ നിയമങ്ങൾ. അപ്പോൾ ഏകദേശം 34ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. വീഡിയോ നല്ല ലെങ്തി വീഡിയോ ആണ്, 1 മണിക്കൂറിന് മുകളിലുള്ള വീഡിയോ ആണ്. അപ്പോൾ നല്ല ക്ഷമയോടെ തന്നെ എല്ലാവരും കേൾക്കുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു.